ഇന്ന് നമുക്ക് ഒരു മാംഗോ പാൻ കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മാംഗോ പാൻ കേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ മാംഗോൻ്റെ ജാം യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. മാംഗോ ജാം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അത് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിൽ പിന്നെ ഞാനിപ്പോൾ എഗ് യോക്കാണ് ഒഴിച്ചിരിക്കുന്നത്. എഗ് യോക്ക് എടുത്തിട്ടുണ്ട്. എഗ് വൈറ്റ് വേറെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു അര സ്പൂൺ ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ട് എഗ് യോക്കിൽ. പിന്നെ അതിൽ മാംഗോ കട്ട് ചെയ്തതാണ്. അത് ഡെക്കറേഷനും പിന്നെ നമുക്ക് കുറച്ച് പാൻ കേക്കിൽ ആഡ് ചെയ്യാനും വേണം. പിന്നെ ഞാനൊരു അരക്കപ്പിൻ്റെ അടുത്ത് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഹെൽത്തി വേർഷനാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് പാൻ കേക്കിൻ്റെ. ഇത് ഒരു അര കപ്പ് നാളികേരപ്പാലാണ്. അപ്പം മാംഗോൻ്റെ കൂടെ ഒരു നല്ല കോമ്പിനേഷനാണ് നാളികേരപ്പാൽ. അതുകൊണ്ട് നാളികേരപ്പാലാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വൈറ്റ് ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. നമ്മളിതിൽ വേറെ സോഡാപ്പൊടിയോ അല്ലെങ്കിൽ വേറെ ഒന്നും ആഡ് ചെയ്യണില്ല. അപ്പോൾ നമുക്ക് ഈ എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ് ഞാൻ പഞ്ചസാരയും ഉപ്പും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എഗ് യോക്കും മാംഗോ ജാമും കൂടിയിട്ട് അതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ നാളികേരപ്പാൽ ഇതിലേക്ക് ഒഴിക്കുകയാണ്. നാളികേരപ്പാൽ ഒഴിച്ചതിന് ശേഷം ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ച ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാനൊരു അരക്കപ്പൊക്കെ ഗോതമ്പ് പൊടിയിലാണ്. ഇതിൻ്റെ ക്വാണ്ടിറ്റി ഇരട്ടിയായിട്ട് എടുത്താൽ മതി കൂടുതൽ കിട്ടണമെങ്കിൽ. എങ്ങനെയാണെങ്കിൽ അരക്കപ്പിനാണ് ഞാനിപ്പോൾ ഒരു മുട്ട എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കപ്പൊക്കെ ഉണ്ടെങ്കിൽ 2 മുട്ട എടുക്കണം. അങ്ങനെ എല്ലാതും ഡബിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി ഉണ്ടാക്കാനായിട്ട് പറ്റും. നാളികേരപ്പാലും മുട്ടയുടെ മഞ്ഞയും മാംഗോ ജാമും ഇത് 3ഉം കൂടി മിക്സ് ചെയ്തതിലേക്ക് ഞാൻ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ നമ്മുടെ എഗ് വൈറ്റ് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് കുത്തി ഇളക്കാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മുടെ പാൻ കേക്കിൻ്റെ ബാറ്റർ അതിങ്ങനെ തയ്യാറായിരിക്കുകയാണ്. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് നുറുക്കി വെച്ച മാമ്പഴം കൂടി ഇട്ട് കൊടുക്കാം. അത് പാൻ കേക്കാക്കി എടുക്കാം. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പാൻ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഉണ്ടോ, നമ്മൾ സോഡാപ്പൊടിയും ഒന്നും ചേർത്തിട്ടില്ലെങ്കിൽ നല്ല ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സിമ്മിലാക്കിയിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മൾ മൂടി വെച്ചതാണ്. അപ്പോൾ ഒരുപാട് നേരം തിരിച്ചിടണ്ട. ജസ്റ്റ് ആ സൈഡും കൂടി ഒന്ന് കുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം പാനിൽ നിന്ന്. അങ്ങനെ നമ്മുടെ മാംഗോ ജാം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ പാൻ കേക്ക് റെഡി ആയിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് മിക്സഡ് ഫ്രൂട്ട് ജാം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തതാണ് കേട്ടോ, ഫോട്ടോയ്ക്ക് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കിത് ജാം കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഹണിയോ അല്ലെങ്കിൽ സാധാരണ എന്ത് പാൻ കേക്ക് കഴിക്കുന്ന പോലെ തന്നെ നമുക്കിത് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഹെൽത്തി ആയിട്ടുള്ള പാൻ കേക്ക് റെഡിയാണ്. നല്ല സോഫ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്. കഴിക്കുമ്പോൾ തന്നെ അതിലൂടെ തന്നെ അലിഞ്ഞു പോകും കേട്ടോ.